എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ 12ാമത്തെ വീഡിയോയാണിത്. അതുപോലെ തന്നെ ആദ്യത്തെ മോക്ക് ടെസ്റ്റ് ആണ്. ചോദ്യങ്ങളുടെ ശരിയായ ഉത്തരങ്ങൾ വീഡിയോയുടെ അവസാന ഭാഗത്ത് നൽകിയിട്ടുണ്ട്. അതിനാൽ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. മുൻഭാഗങ്ങളുടെ പ്ലേലിസ്റ്റുകൾ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുമല്ലോ. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു എപ്പിക് ലൈബ്രറി. ന്യായാധിപന്മാരുടെ പുസ്തകം 11 മുതൽ 21 വരെ അധ്യായങ്ങളിൽ നിന്നുള്ള 55 ചോദ്യങ്ങളാണ് ഈ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുന്നത്. ചോദ്യം 1. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അവൻ വേശ്യാപുത്രനായിരുന്നു എന്ന് പറയുന്നത് ആരെ പറ്റിയാണ്? ഓപ്ഷൻ എ ജായിർ, ബി അബിമെലക്, സി ജെഫ്ത. ചോദ്യം 2. ജെഫ്ത തന്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി എവിടെയാണ് താമസിച്ചത്? ഓപ്ഷൻ എ തോബ് എന്ന സ്ഥലത്ത്, ബി ബേർ എന്ന സ്ഥലത്ത്, സി ഷെക്കെമിൽ. ചോദ്യം 3. ജെഫ്തായുടെ കാലത്ത് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത് ഏതു ജനതയാണ്? ഓപ്ഷൻ എ മൊവാബ്യർ, ബി അമ്മോന്യർ, സി അമോര്യർ. ചോദ്യം 4. ജെഫ്ത ജനങ്ങളോട് സംസാരിച്ചത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ എ ഗിലെയാദിൽ കർത്താവിന്റെ മുമ്പിൽ വെച്ച്, ബി തോബിൽ കർത്താവിന്റെ മുമ്പിൽ വെച്ച്, സി മിസ്പായിൽ കർത്താവിന്റെ മുമ്പിൽ വെച്ച്. ചോദ്യം 5. ഇസ്രായേൽ ജനം കടന്നു പോകാനുള്ള അനുമതി ചോദിച്ച ഹെഷ്ബോണിലെ അമോര്യ രാജാവ് ആരാണ്? ഓപ്ഷൻ എ ഓഗ്, ബി സീഹോൻ, സി ബാലാക്ക്. ചോദ്യം 6. അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ ഞങ്ങളെ വിളിക്കാതിരുന്നത് എന്ത് എന്ന് ജെഫ്തായോട് ചോദിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഗിലെയാദുകാർ, ബി എഫ്രായിംകാർ, സി മനാസെ ഗോത്രക്കാർ. ചോദ്യം 7. എഫ്രായിമിനോട് യുദ്ധം ചെയ്യാൻ ജെഫ്ത ഒന്നിച്ചുകൂട്ടിയത് ആരെയാണ്? ഓപ്ഷൻ എ മനാസെ ഗോത്രത്തെ, ബി തോബ് നിവാസികളെ, സി ഗിലെയാദുകാരെ. ചോദ്യം 8. എഫ്രായിമിന്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രായിംകാർ പറഞ്ഞത് ആരെ പറ്റിയാണ്? ഓപ്ഷൻ എ അമ്മോന്യരെ പറ്റി, ബി ഗിലെയാദുകാരെ പറ്റി, സി സെബുലൂണിനെ പറ്റി. ചോദ്യം 9. എഫ്രായിംകാരോട് എതിർത്ത് ഗിലെയാദുകാർ പിടിച്ചെടുത്തത് എന്താണ്? ഓപ്ഷൻ എ അർണോൺ താഴ്വര, ബി ജോർദാന്റെ കടവുകൾ, സി ജോർദാന്റെ പടിഞ്ഞാറൻ തീരം. ചോദ്യം 10. ജെഫ്ത ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് എത്ര വർഷമാണ്? ഓപ്ഷൻ എ 8 വർഷം, ബി 10 വർഷം, സി 6 വർഷം. ചോദ്യം 11. കർത്താവ് ഇസ്രായേൽ ജനത്തെ ഫിലിസ്തീനയുടെ കൈകളിൽ ഏൽപ്പിച്ചത് എത്ര വർഷമാണ്? ഓപ്ഷൻ എ 30 വർഷം, ബി 40 വർഷം, സി 20 വർഷം. ചോദ്യം 12. മനോവ ഏത് ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു? ഓപ്ഷൻ എ ഇസാക്കർ, ബി മനാസെ, സി ദാൻ. ചോദ്യം 13. ദൈവദൂതൻ മനോവയുടെ ഭാര്യയ്ക്ക് 2ാമത്തെ തവണ പ്രത്യക്ഷപ്പെട്ടത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ എ ഭവനത്തിൽ, ബി മുന്തിരിത്തോപ്പിൽ, സി വയലിൽ. ചോദ്യം 14. നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല എന്ന് കർത്താവിന്റെ ദൂതൻ പറഞ്ഞത് ആരോടാണ്? ഓപ്ഷൻ എ ഗിദെയോനോട്, ബി മനോവയോട്, സി മനോവയുടെ ഭാര്യയോട്. ചോദ്യം 15. ദൂതൻ അവനോട് ചോദിച്ചു,
എന്റെ പേര് ഡാഷ് ആയിരിക്കെ നീ അത് ചോദിക്കുന്നത് എന്തിന്? പൂരിപ്പിക്കുക. ഓപ്ഷൻ എ ഭയാനകമായിരിക്കെ, ബി പരിശുദ്ധമായിരിക്കെ, സി അത്ഭുതകരമായിരിക്കെ. ചോദ്യം 16. സാംസൺ ഫിലിസ്തീയ യുവതിയെ കണ്ടത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ എ തിമ്നായിൽ, ബി സോറായിൽ, സി മഹനേദാനിൽ. ചോദ്യം 17. സാംസൺ സിംഹത്തിന്റെ ശരീരത്തിൽ കണ്ടത് എന്താണ്? ഓപ്ഷൻ എ തേനട, ബി തേനീച്ചക്കൂട്ടം, സി തേൻകൂട്. ചോദ്യം 18. ഫിലിസ്തീയർ സാംസണ് തോഴരായി കൊടുത്തത് എത്ര പേരെയാണ്? ഓപ്ഷൻ എ 20 പേരെ, ബി 30 പേരെ, സി 40 പേരെ. ചോദ്യം 19. കടംകഥയുടെ ഉത്തരം പറയാൻ ഫിലിസ്തീയർക്ക് എത്ര ദിവസമാണ് സാംസൺ നൽകിയത്? ഓപ്ഷൻ എ 6 ദിവസം, ബി 10 ദിവസം, സി 7 ദിവസം. ചോദ്യം 20. കടംകഥയുടെ ഉത്തരം പറയുന്നവർക്ക് എന്ത് സമ്മാനമാണ് സാംസൺ വാഗ്ദാനം ചെയ്തത്? ഓപ്ഷൻ എ ഒരു ചണവസ്ത്രവും വിശേഷ വസ്ത്രവും, ബി ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും, സി 30 ചണവസ്ത്രവും വിശേഷ വസ്ത്രവും. ചോദ്യം 21. സാംസൺ തന്റെ ഭാര്യയെ സന്ദർശിക്കാൻ പോയപ്പോൾ എന്താണ് കയ്യിൽ കരുതിയത്? ഓപ്ഷൻ എ ഒരു ആട്ടിൻകുട്ടി, ബി വിശേഷ വസ്ത്രങ്ങൾ, സി സ്വർണ്ണ നാണയങ്ങൾ. ചോദ്യം 22. ന്യായാധിപന്മാർ 15:4 അനുസരിച്ച് ഫിലിസ്തീനോട് പ്രതികാരം ചെയ്യാനുള്ള ആയുധമായി സാംസൺ ഉപയോഗിച്ചത് എന്തായിരുന്നു? ഓപ്ഷൻ എ കഴുതയുടെ താടിയല്, ബി ചാട്ട, സി കുറുനരികൾ. ചോദ്യം 23. ഫിലിസ്തീനെ ക്രൂരമായി പ്രഹരിച്ചു കൊന്ന ശേഷം സാംസൺ എവിടെയാണ് പോയി താമസിച്ചത്? ഓപ്ഷൻ എ സോറായിൽ, ബി എഷ്താവോലിൽ, സി ഏത്താം പാറയിടുക്കിൽ. ചോദ്യം 24. സാംസനെ ബന്ധനസ്ഥനാക്കാൻ വന്ന ഫിലിസ്തീയർ ആക്രമിച്ചത് ഏതു പട്ടണമാണ്? ഓപ്ഷൻ എ ലേഹി, ബി ലായിഷ്, സി എഷ്താവോൽ. ചോദ്യം 25. സാംസനെ ബന്ധനസ്ഥനാക്കാൻ ഏത്താം പാറയിടുക്കിലേക്ക് ചെന്നത് ആരാണ്? ഓപ്ഷൻ എ ഫിലിസ്തീയർ, ബി തിമ്നാക്കാർ, സി യൂദായിലെ ആളുകൾ. ചോദ്യം 26. സാംസൺ ഗാസയിൽ വെച്ച് കണ്ടുമുട്ടിയത് ആരെയാണ്? ഓപ്ഷൻ എ ദലീലായെ, ബി ഒരു ഫിലിസ്തീയ യുവതിയെ, സി ഒരു സ്വൈരിണിയെ. ചോദ്യം 27. സാംസൺ സ്നേഹിച്ച ദലീല എവിടെ നിന്നുള്ളവളായിരുന്നു? ഓപ്ഷൻ എ ഹെബ്രോണിൽ, ബി ഗാസായിൽ, സി സോറേക്ക് താഴ്വരയിൽ. ചോദ്യം 28. സാംസൺ മറുപടി പറഞ്ഞു, ഡാഷ് കൊണ്ട് ബന്ധിച്ചാൽ എന്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. പൂരിപ്പിക്കുക. ഓപ്ഷൻ എ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയർ, ബി ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൾ, സി എന്റെ 7 തലമുടി ചുരുൾ. ചോദ്യം 29. സാംസനെ ബന്ധിക്കാൻ ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ടുവന്നത് ആരാണ്? ഓപ്ഷൻ എ ഫിലിസ്തീയ പ്രഭുക്കന്മാർ, ബി ദലീല, സി ഫിലിസ്തീയരുടെ നേതാക്കൾ. ചോദ്യം 30. ദലീലായുടെ ദിവസം തോറുമുള്ള അലട്ടൽ സാംസന് എങ്ങനെ അനുഭവപ്പെട്ടു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്? ഓപ്ഷൻ എ മരണതുല്യമായി, ബി അസഹ്യമായി, സി താങ്ങാവുന്നതിലധികമായി. ചോദ്യം 31. മിക്ക വസിച്ചിരുന്നത് എവിടെയായിരുന്നു? ഓപ്ഷൻ എ ലായിഷിൽ, ബി ഗിബയായിൽ, സി എഫ്രായിം മലനാട്ടിൽ. ചോദ്യം 32. മിക്ക തന്റെ അമ്മയ്ക്ക് എന്താണ് തിരികെ നൽകിയത്?
ഓപ്ഷൻ എ 1100 വെള്ളി നാണയങ്ങൾ, ബി 1200 സ്വർണ്ണ നാണയങ്ങൾ, സി 1200 വെള്ളി നാണയങ്ങൾ. ചോദ്യം 33. മിക്കായുടെ അമ്മ 200 വെള്ളി നാണയങ്ങൾ ഏൽപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ എ പുരോഹിതനെ, ബി മിക്കായെ, സി തട്ടാനെ. ചോദ്യം 34. മിക്കായ്ക്ക് ഒരു പൂജാഗ്രഹമുണ്ടായിരുന്നു. അവനൊരു ഡാഷ് ഉണ്ടാക്കി തന്റെ ഒരു പുത്രനെ പുരോഹിതനായി അവരോധിച്ചു. പൂരിപ്പിക്കുക. ഓപ്ഷൻ എ എഫോദും വിഗ്രഹങ്ങളും, ബി കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും, സി എഫോദ്. ചോദ്യം 35. മിക്കായുടെ അമ്മ പണിയിച്ച കൊത്തുവിഗ്രഹവും വാർപ്പ് വിഗ്രഹവും എവിടെയാണ് പ്രതിഷ്ഠിച്ചത്? ഓപ്ഷൻ എ ബലിപീഠത്തിൽ, ബി പൂജാഗ്രഹത്തിൽ, സി മിക്കായുടെ ഭവനത്തിൽ. ചോദ്യം 36. ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അന്നുവരെ അവർക്ക് അവകാശമായി ലഭിച്ചിരുന്നില്ല എന്ന് ന്യായാധിപന്മാർ 18:1 പറഞ്ഞിരിക്കുന്നത് ആരെ പറ്റിയാണ്? ഓപ്ഷൻ എ ബെഞ്ചമിൻ ഗോത്രക്കാരെ പറ്റി, ബി ദാൻ ഗോത്രക്കാരെ പറ്റി, സി സെബുലൂൺ ഗോത്രക്കാരെ പറ്റി. ചോദ്യം 37. മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ ദേശമറ്റു നോക്കാൻ വന്നവർ തിരിച്ചറിഞ്ഞത് എന്താണ്? ഓപ്ഷൻ എ പുരോഹിതന്റെ ശബ്ദം, ബി ആ യുവലേവ്യന്റെ ശബ്ദം, സി മിക്കായുടെ ശബ്ദം. ചോദ്യം 38. ആ 5 പേർ അവിടെ നിന്ന് പുറപ്പെട്ട് ലായിഷിലെത്തി. ഡാഷ് പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായ അവിടുത്തെ ജനങ്ങളെ കണ്ടു. പൂരിപ്പിക്കുക. ഓപ്ഷൻ എ അമലേക്കിരെ പോലെ, ബി അനാക്കിമുകളെ പോലെ, സി സീദോന്യരെ പോലെ. ചോദ്യം 39. നിങ്ങൾ ചെല്ലുമ്പോൾ എങ്ങനെയുള്ള ജനത്തെയായിരിക്കും കാണുന്നത് എന്നാണ് ദേശമറ്റു നോക്കാൻ പോയ ദാൻ ഗോത്രക്കാർ പറഞ്ഞത്? ഓപ്ഷൻ എ നിഷ്ക്രിയരായ ഒരു ജനത്തെ, ബി ശങ്കയില്ലാത്ത ഒരു ജനത്തെ, സി ധീരരും കരുത്തരുമായ ഒരു ജനത്തെ. ചോദ്യം 40. എത്ര ദാൻ ഗോത്രക്കാരാണ് ദേശം കൈവശമാക്കാൻ സോറായിലും എഷ്താവോലിലും നിന്ന് പുറപ്പെട്ടത്? ഓപ്ഷൻ എ 660 പേർ, ബി 600 പേർ, സി 500 പേർ. ചോദ്യം 41. എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചത് ആരാണെന്നാണ് ന്യായാധിപന്മാർ 19:1 പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ എ ഒരു ലേവ്യൻ, ബി മിക്ക, സി ലേവ്യ യുവാവ്. ചോദ്യം 42. തന്റെ ഉപനാരിയെ തിരികെ കൊണ്ടുവരാൻ പുറപ്പെട്ട ലേവ്യൻ കൂടെ കൊണ്ടുപോയത് എന്തെല്ലാമാണ്? ഓപ്ഷൻ എ തന്റെ കാര്യസ്ഥനും 2 കഴുതകളും, ബി ഒരു വേലക്കാരനും 2 കഴുതകളും, സി 2 കഴുതകളും വിലപിടിച്ച വസ്ത്രങ്ങളും. ചോദ്യം 43. ജബൂസ് എന്നറിയപ്പെട്ടിരുന്ന പട്ടണം ഏതാണ്? ഓപ്ഷൻ എ ജെറീക്കോ, ബി ജെറുസലേം, സി ബെത്ലഹേം. ചോദ്യം 44. ന്യായാധിപന്മാർ 19:1 അനുസരിച്ച് ലേവ്യൻ വന്ന് താമസിച്ചത് എവിടെയാണ്? ഓപ്ഷൻ എ ഗിബയായിൽ, ബി ബെത്ലഹേമിൽ, സി എഫ്രായിം മലനാട്ടിൽ. ചോദ്യം 45. എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ലേവ്യൻ ഉപനാരിയായി സ്വീകരിച്ചത് ആരെയാണ്? ഓപ്ഷൻ എ ഒരു കാനാൻകാരി സ്ത്രീയെ, ബി യൂദായിലെ ഒരു ബെത്ലഹേംകാരിയെ, സി ബെത്ലഹേംകാരിയായ ഒരു ലേവ്യ യുവതിയെ. ചോദ്യം 46. ദാൻ മുതൽ ബേർഷെബ വരെയുള്ള ഇസ്രായേൽ ജനത്തോടൊപ്പം മിസ്പായിൽ ഒരുമിച്ച് കൂടിയത് ഏത് ദേശക്കാരാണ്? ഓപ്ഷൻ എ എഫ്രായിം മലനാട്ടിൽ നിന്നുള്ളവർ, ബി ലായിഷ് ദേശക്കാർ, സി ഗിലെയാദ് ദേശക്കാർ. ചോദ്യം 47. മിസ്പായിൽ ഒരുമിച്ച് കൂടിയ ഖഡ്ഗധാരികളുടെ കാലാൾപ്പട എത്ര പേരടങ്ങിയതായിരുന്നു? ഓപ്ഷൻ എ 40,000, ബി 5 ലക്ഷം, സി 4 ലക്ഷം. ചോദ്യം 48.
ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടത് ആരോടാണ്? ഓപ്ഷൻ എ ബെഞ്ചമിൻ ഗോത്രക്കാരോട്, ബി ഗിബെയക്കാരോട്, സി കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവ്യനോട്. ചോദ്യം 49. ആരെ വിട്ടുതരുവാനാണ് ഇസ്രായേൽ ബെഞ്ചമിൻ ഗോത്രത്തോട് പറഞ്ഞത്? ഓപ്ഷൻ എ ഗിബെയ നിവാസികളെ, ബി ഗിബെയയിലുള്ള ആ നീചന്മാരെ, സി ഗിബെയയിലുള്ള ആഭാസന്മാരെ. ചോദ്യം 50. ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ബെഞ്ചമിൻ ഗോത്രക്കാർ ഒന്നിച്ചുകൂടിയത് എവിടെയാണ്? ഓപ്ഷൻ എ ഷീലോയിൽ, ബി ഗിൽഗാലിൽ, സി ഗിബെയയിൽ. ചോദ്യം 51. നമ്മുടെ പെൺകുട്ടികളെ ആർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല എന്നാണ് ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒന്നിച്ചുകൂടി ശപഥം ചെയ്തത്? ഓപ്ഷൻ എ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക്, ബി വിജാതീയ ജനതകൾക്ക്, സി ലേവ്യർക്ക്. ചോദ്യം 52. ഇസ്രായേൽ ജനം സായാഹ്നം വരെ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ എ ഗിബെയയിൽ, ബി ബെഥേലിൽ ദൈവസന്നിധിയിൽ, സി മിസ്പായിൽ ദൈവസന്നിധിയിൽ. ചോദ്യം 53. ശേഷിച്ചിരിക്കുന്ന ബെഞ്ചമിൻ വംശജർക്ക് എന്ത് ലഭിക്കുന്നതിനെ പറ്റിയാണ് ഇസ്രായേൽക്കാർ ആലോചിച്ചത്? ഓപ്ഷൻ എ ഇസ്രായേലിൽ അവകാശം, ബി ഭാര്യമാർ, സി അധിവസിക്കാൻ സ്ഥലം. ചോദ്യം 54. മിസ്പായിലെ സമ്മേളനത്തിന് സന്നിഹിതരാകാതിരുന്നത് എവിടെ നിന്നുള്ളവരായിരുന്നു? ഓപ്ഷൻ എ ദാൻ ഗോത്രത്തിൽ നിന്നുള്ളവർ, ബി ഗിലെയാദിൽ നിന്നുള്ളവർ, സി യാബേഷ് ഗിലെയാദിൽ നിന്നുള്ളവർ. ചോദ്യം 55. യാബേഷ് ഗിലെയാദിലെ കന്യകമാരെ എവിടേക്കാണ് കൂട്ടിക്കൊണ്ടുവന്നത്? ഓപ്ഷൻ എ മിസ്പായിൽ കർത്താവിന്റെ മുമ്പിലേക്ക്, ബി കാനാൻ ദേശത്ത് ഷീലോയിലെ പാളയത്തിലേക്ക്, സി ബെഞ്ചമിൻകാർ വസിച്ചിരുന്ന റിമ്മോൺ പാറയിലേക്ക്.
2025 ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ 12ാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗവുമായി ഉടൻ തന്നെ മടങ്ങി വരാം. എല്ലാവർക്കും നന്ദി.